ഐ എം നിസാർ, ടാക്സ് കൺസൾട്ടൻ്റ് ആണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഹെഡ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ ഫസ്റ്റ് വീക്കാണ് ഞങ്ങളെ ട്രെയിനിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് 3 months കഴിയാറായി. അതിൽ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നൊരു സെഷൻ ഉണ്ടായിരുന്നു. അത് എനിക്ക് പേഴ്സണലി നല്ലൊരു യൂസ്ഫുള്ളായിട്ട് വരികയും ചെയ്തു. നമ്മൾ ഫിനാൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ഒരാൾ പോകുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ആ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ഹെഡ്സിന് ലഭിക്കുകയുണ്ടായി. അത് വളരെ യൂസ്ഫുള്ളായി തോന്നി. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം ആളുകൾ കൂടുതലും നമ്മളെ പഠിപ്പിക്കുന്നത് എംപ്ലോയ്മെൻ്റ് ആയിട്ട് എങ്ങനെ പുറത്തോട്ട് പോകുക എന്നുള്ള രീതിയിലാണ്. അതിൽ നിന്ന് മാറിയിട്ട് പുതിയ തലമുറ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വളരെ ഒരു ഈസി വേ ആണ് ഈ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള ഫ്യൂച്ചർ ആളുകളെല്ലാം അത് പഠിക്കുന്നത് നമുക്ക് പൊതുവേ ഒരു ഫിനാൻഷ്യലി നമുക്കൊരു ഫ്രീഡം ലഭിക്കാനുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇവിടുത്തെ ട്രേഡിങ് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും. നേരത്തെ ട്രേഡിംഗ് ഫീൽഡിലുണ്ട്, പക്ഷേ ട്രേഡ് ചെയ്യാറില്ല, ജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ചെയ്തു പോകുന്നൊരു സാഹചര്യമായിരുന്നു. ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി ഓപ്ഷനിലടക്കം ട്രേഡ് ചെയ്യുന്നു. ഓപ്ഷനിലാണ് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം നമ്മളെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട് തന്നെയാണ് ട്രേഡിങ്. പിന്നെ ഇനി വേറെ എന്തും നമ്മൾ ബിസിനസ്സോ എംപ്ലോയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഇൻകം ഏൺ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് മാക്സിമം ലിമിറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ആ ലോസ് എങ്ങനെ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാം എല്ലാം നമുക്ക് ഇവിടെ മാക്സിമം ലോസ് വെക്കുന്ന സ്ട്രാറ്റജി കാര്യങ്ങളിലൂടെയൊക്കെ മനസ്സിലാകും. എനിവേ ഓവറോൾ ഒരു നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. ഇപ്പം ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന സെഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. അതിൽ നമ്മളൊരു വ്യക്തി ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പോകുമ്പം ഏറ്റവും ചുരുങ്ങിയത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, ഒരു ടേം ഇൻഷുറൻസ്, ഒരു SIP. അപ്പോൾ നമുക്ക് മറ്റുള്ള അനാവശ്യമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒഴിവാക്കാനും നമ്മളെ ഫണ്ടിനനുസരിച്ചിട്ട് ഏറ്റവും ലീസ്റ്റായ രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാക്സിമം ഔട്ട്പുട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളത് ആ ഫിനാൻഷ്യൽ അനാലിസിസിലൂടെ ശരിക്കും മനസ്സിലായി. ഓവറോൾ നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ ഹെഡ്സ് ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡു ദിസ്. ഓക്കെ, താങ്ക് യു.